ഞങ്ങളിപ്പോൾ ചെറുകുന്നിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നല്ല മനോഹരമായിട്ടുണ്ട്. വഴികളൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഉത്സവം കഴിഞ്ഞതല്ലേ. നാട്ടിൽ ചടങ്ങിൽ പാലക്കാട് ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് 3-4 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ എൻ്റെ ഇളയ സഹോദരനും ഭാര്യയും താമസിക്കുന്നുണ്ട്. അവിടെ വന്നപ്പോൾ ഇങ്ങനെ ചെറുകുന്ന് അമ്പലത്തിൽ തൊഴാം, അവരുടെ വീട്ടിൻ്റെ അടുത്താണ്, ചെറുകുന്ന് അമ്പലത്തിൽ തൊഴാൻ പറ്റി. എൻ്റെ അനിയൻ്റെ വീട്ടിൻ്റെ അടുത്താണിതെന്ന് പറഞ്ഞല്ലോ. ഉത്സവം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ. നിങ്ങൾ കാണുന്നില്ലേ മനോഹരമായ ഓലപ്പന്തൽ, വട്ടപ്പന്തൽ എന്നും പറയും. അല്ല, വട്ടപ്പന്തൽ എന്നാണ് പറയുക. ഇപ്പോൾ ഈ ഓലമടഞ്ഞുള്ള കാഴ്ച അപൂർവമാണല്ലോ. ഇവിടെ അത് നിർബന്ധമാണ്. മനോഹരമായ ഈ ഓലപ്പന്തൽ. ഈ ഓലപ്പന്തലിൻ്റെ കീഴിലാണ് വാദ്യങ്ങളും ഉത്സവത്തിൻ്റെ എഴുന്നള്ളിപ്പും മറ്റ് ഉത്സവ ചടങ്ങുകളൊക്കെ നടക്കുക. കുറച്ചു നേരം ശ്രീകൃഷ്ണ ഭഗവാനെയും ചെറുകുന്നിലമ്മയെയും കൂടെയുള്ള ശ്രീകൃഷ്ണ ഭഗവാനെയും തൊഴുത് അവിടെ സമയം ചെലവഴിച്ചു. പിന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് നിവേദ്യ ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം നല്ലോണം ചുറ്റി കാണാൻ സാധിച്ചു. അവിടെ വിശ്രമിക്കാനും ഓലപ്പന്തലിൻ്റെ കീഴിൽ വിശ്രമിക്കാനും കഴിഞ്ഞു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം എല്ലാവർക്കും അറിയുമല്ലോ. രാജരാജേശ്വര ഭഗവാന്റെ പത്നിയാണത്രേ ചെറുകുന്നിലമ്മ. ചെറുകുന്നിലമ്മയെക്കുറിച്ചൊരു തമാശ കഥയുണ്ട്. എന്ത് നല്ല സാധനം കണ്ടാലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ കുറിച്ച് ചെറുകുന്നിലമ്മ, ചെറുകുന്നത്തമ്മ എന്നൊക്കെയാണ് പറയുക. ചെറുകുന്നിലമ്മ രാജരാജേശ്വര ഭഗവാന്റെ കൊട്ടാരത്തിലെ സ്വർണ്ണപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും മറ്റമൂല്യമായ എല്ലാ സാധനങ്ങളും ചെറുകുന്നിലേക്ക് കടത്തിയിരുന്നത്രേ. അവിടെ പോയാൽ പടിഞ്ഞാറേ ഗോപുരനട അടച്ചു തന്നെ കാണാം. എല്ലാ സാധനങ്ങളും എടുത്തു കൊണ്ടുപോയതിന് ശേഷം ബാക്കിയായ സാധനങ്ങൾ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് കരുതി, ഇനി നീ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അവിടെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞാണ് അത്രേ ആ ഗോപുരനട അടച്ചത്. വളരെ പുരാതന കാലം മുതൽ തന്നെ 2 നേരവും അന്നദാനം ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത്. രാത്രി നട അടക്കുന്നതിന് മുൻപ് അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് വിളിച്ചന്വേഷിക്കുന്ന പതിവ് ഇപ്പോഴും ഇവിടെയുണ്ടത്രേ. ഇതാണ് അന്നപൂർണേശ്വരി ദേവിയുടെ അമ്പലക്കുളം. നല്ല വിശാലമാണ് ഈ അമ്പലക്കുളം, നല്ല വൃത്തിയുമുണ്ട്. ഞങ്ങൾക്ക് നല്ല വെയിലാണ്, എന്നിട്ട് കൂടി അവിടെ നിന്ന് നോക്കി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. വെയിൽ കൊള്ളാൻ കഴിഞ്ഞു ദേവിയുടെ കാരുണ്യത്താൽ, അതാ പറയുന്നത്. വെള്ളവും തൊട്ട് നോക്കി, വെള്ളത്തിന് തണുപ്പ് തന്നെയായിരുന്നു. ഇത്ര വെയിലത്തും വെള്ളത്തിന് തണുപ്പുണ്ടായിരുന്നു. അതാ ഞങ്ങൾ കാലും മുഖമൊക്കെ കഴുകി.
ഞങ്ങളിത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നും പോയതല്ല. അതുകൊണ്ടാണ് സാധാരണ അതായത് വേറെ എവിടെയോ പോകാനുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഭഗവാന്റെ അനുഗ്രഹത്താൽ എൻ്റെ അനിയൻ പറഞ്ഞു, ഇന്ന് നല്ല കാലാവസ്ഥയാണ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. ഇത് ഭഗവതിയുടെ അനുഗ്രഹം തന്നെയാണ്. വട്ടപ്പന്തൽ അതഴിക്കുന്നതിന് മുൻപേ ഒന്ന് കാണിച്ചു തന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അനിയനും ഭാര്യയും ഉത്സവത്തിനൊക്കെ പോയി നിറയെ കണ്ടതാണ്. ദേവിയുടെ അനുഗ്രഹം തന്നെയാണ്. ഇത് ഞങ്ങൾ മടങ്ങി വരുന്ന വഴിയാണ്. ദേവിയുടെ ഗോപുരം കണ്ടോ? എന്താ ഇതിന് പറയുക, ഗേറ്റോ, കവാടത്തിൽ അന്നപൂർണേശ്വരിയുടെ അമ്മേ ശരണം.